നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനും ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനും നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ മോശാവസ്ഥകളൊക്കെ മാറി വളരെ ഭംഗിയാവണ്ണം പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിത്യം പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഈ 5 കാര്യങ്ങളും ജീവിതത്തിൽ ഈ 2 കാര്യങ്ങളും കൂടി പാലിച്ചാൽ നമ്മൾ ഒന്നും പേടിക്കേണ്ടതില്ല. തൊട്ടടുത്തുള്ള കാലം തന്നെ, അധികം വൈകിയൊന്നുമില്ല, തൊട്ടടുത്തുള്ള കാലത്ത് തന്നെ നമ്മുടെ ജീവിതം വലിയൊരു പുരോഗതിയിലേക്ക് മാറും. ഈശ്വരീയ അംശങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 90% കഷ്ടതകൾ നമ്മിൽ നിന്ന് വിട്ടുമാറി പോവുകയും ചെയ്യും. അതിനുള്ള മാർഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് പൂർണ്ണമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ മണിയച്ച ഉണ്ടാവും. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഭക്തരായിട്ടുള്ള എല്ലാവരും തന്നെ പ്രാർത്ഥനകളിൽ മുഴുകാറുണ്ട്. എന്താണ് ചെയ്യുക? വിളക്ക് തെളിയിച്ച് കുറച്ച് മന്ത്രങ്ങൾ അറിയാം, അത് ജപിക്കുക, പിന്നെ എഴുന്നേറ്റ് പോവുക. ഇതാണ് പൊതുവിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വിചാരം എന്താണ്? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു എന്നുള്ളത്. പക്ഷേ ഹൈന്ദവത പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ 5 തരം ശുദ്ധികൾ പാലിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശ്വരീയമായ പ്രാർത്ഥനാ പുണ്യം നമുക്ക് എത്തിച്ചേരുക എന്നുള്ളത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് നിയമമുണ്ട്, കിടന്നുറങ്ങുന്നതിന് നിയമമുണ്ട്, ഉണരുന്നതിന് നിയമമുണ്ട്. അങ്ങനെ ചില നിയമങ്ങളുണ്ട്. അത് പ്രകൃതിയാൽ തന്നെ നമ്മുടെ ശരീരം ആ നിയമങ്ങളെ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഭക്ഷണ ദഹന വ്യവസ്ഥയെല്ലാം ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് പോയിക്കൊണ്ടിരിക്കും. എവിടെയാണ് ഒരു താളപ്പിഴ ഉണ്ടാകുന്നത്, അതോടുകൂടി നമുക്ക് ആ നിദ്രയ്ക്ക് ഹീനത വരും, നമ്മുടെ വയറിനുള്ള പ്രശ്നങ്ങൾ വരും. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജപം കൃത്യമായിട്ടിരുന്നാൽ, നമ്മുടെ പ്രാർത്ഥന കൃത്യമായിട്ടിരുന്നാൽ, ഈ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതിയും വരുന്നില്ല എന്നുള്ള പരാതികളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും പ്രാർത്ഥനയിൽ വരുന്നത് 5 തരം ശുദ്ധികളാണ്. അതിനെ പഞ്ചശുദ്ധി എന്ന് പറയാറുണ്ട്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഞാൻ ഈ പറയുന്ന ഇതേ രീതിയിൽ നിങ്ങൾ കാണേണ്ടതാണ്. ഒന്നാമത്തത് സ്ഥലശുദ്ധി എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലം ദേവാലയമാകണം എന്നുള്ള സങ്കല്പമാണ്. ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവൻ അവിടെ കുടികൊള്ളണം, ദേവതാ സങ്കല്പം അവിടെ ഉണ്ടാവണം. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്തിനാണ് ഇത്രയും വൃത്തിയും സൂക്ഷ്മതയൊക്കെ അവിടെ പാലിക്കുന്നത്? ആ ചൈതന്യം അവിടെ ഗ്രഹിച്ച് നിൽക്കുന്നത് അവിടുത്തെ ആ ശുചിത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പൂജാമുറിയിൽ എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ ഒരു ശുചിത്വം ഉണ്ടായിരിക്കണം. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചില പൂച്ചയൊക്കെ അവിടെ വന്ന് കിടന്ന് കുറച്ച് രോമമൊക്കെ പൊഴിച്ചിട്ടേക്കും. ഈ വാത്സല്യനിധിയായിട്ടുള്ള പൂച്ചയില്ലേ, അതിൻ്റെ 2 മുടി അവിടെ പൊഴിഞ്ഞു കിടന്നാൽ കുഴപ്പമില്ലെന്നാണ് ഇവർ വിശ്വാസം. വാത്സല്യനിധിയായ പൂച്ചയല്ല, നമ്മുടെ ശരീരത്തിലെ രോമം തന്നെ പൊഴിഞ്ഞു കിടന്നാലും അത് സ്ഥലശുദ്ധിയിൽ വരില്ല. ചിലരാട്ടെ തൊട്ടടുത്ത് ചെരുപ്പോ മറ്റൊക്കെ ഊരിയിടുക, ചിലപ്പോൾ ചില മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടുവയ്ക്കുക, വസ്തുക്കൾ കൊണ്ടുവയ്ക്കുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ട. നമ്മൾ എവിടെ ഇരുന്നാണോ ധ്യാനിക്കുന്നത് ആ ഭാഗം നിർമ്മലമായിരിക്കണം. ഈ അന്തരീക്ഷത്തിനൊക്കെ ശുദ്ധി കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഗന്ധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ചന്ദനത്തിരിയൊക്കെ നമ്മൾ തെളിയിച്ചു വയ്ക്കണം. അവിടെ എല്ലാം ശുദ്ധമാണ്, സുഗന്ധം പരക്കണം. അതുപോലെ വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് ശരീരശുദ്ധി എന്നുള്ളതാണ്. ചിലർ ചോദിക്കും, മനഃശുദ്ധി പോലെ ശരീരത്തിന് എന്തിനാണ് ശുദ്ധി എന്നുള്ളത്? നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ കുളിക്കാതെ ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയും കുളിച്ച് ശുദ്ധവസ്ത്രങ്ങളോടുകൂടി പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള മാനസികമായിട്ടുള്ള തലത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ. ഒരു ദിവസം കുളിക്കാതെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലയ്ക്ക് പിടിക്കുന്ന ചൂടും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും നമുക്ക് അറിയാമല്ലോ. ശരീരത്തിൽ കുളി എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ്. നമ്മുടെ എനർജിയെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നല്ലൊരു സ്ഥലത്ത് കുളിച്ച് ശുദ്ധമായി നല്ല വസ്ത്രങ്ങളോടുകൂടി വന്നിരുന്നു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എന്നുള്ളതാണ്. മൂന്നാമത്തത് മനഃശുദ്ധി. ഇത് കഴിഞ്ഞിട്ടാണ് മനഃശുദ്ധി വേണ്ടത്. അതായത് ജപത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ ശുദ്ധീകരിക്കണം. മോശപ്പെട്ട കുറേ കാര്യങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തൊട്ട് മുമ്പേ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഭാവിയിൽ വരാൻ പോകുന്ന സംഘർഷത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. മനസ്സ് നമ്മൾ എവിടെയാണ് അർപ്പിതമാകേണ്ടത് ആ സ്ഥാനത്തേക്ക് ചെല്ലുന്നതേയില്ല. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്നത്? അപ്പോൾ എവിടെയാ? ദൈവങ്കിലേക്കാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. പക്ഷെ അതൊന്നുമില്ല.
നമ്മൾ മനസ്സിനൊരു ശുദ്ധിയില്ല. എന്തോ ഒരു കാര്യത്തിന് ഓടിപ്പിടഞ്ഞു വന്ന് പ്രാർത്ഥിക്കുന്നു, പിന്നെ എഴുന്നേറ്റ് പോകുന്നു. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മനഃശുദ്ധിയില്ലാത്ത ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു ഗുണമില്ല. ചിലപ്പോൾ സ്ഥലത്ത് ഇച്ചിരി മെഴുക്കുണ്ട്, അഴുക്കുണ്ട് എന്ന് പറഞ്ഞാലും ശരീരത്തിൽ ചെറിയൊരു അശുദ്ധം ഉണ്ടെങ്കിലും മനഃശുദ്ധി പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടിനെ ഒന്ന് മൈനസ് ചെയ്യാം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനും ഉപരി മനഃശുദ്ധി മാത്രം പോരാ. നമ്മൾ മനഃശുദ്ധി ഉണ്ടെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഗുണം കിട്ടുന്നതാണ്. അടുത്ത നാലാമത്തത് ദ്രവ്യശുദ്ധി എന്നുള്ളതാണ്. ദ്രവ്യശുദ്ധി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന വിളക്ക്, അതിൽ ഇടുന്ന തിരി, അതിലൊഴിക്കുന്ന എണ്ണ, അവിടെ ഇരിക്കുന്ന പൂജാപാത്രങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഹോമത്തിലാണെങ്കിൽ ഹോമത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ വേറെ ഉണ്ട്. അങ്ങനെ ഒരു പൂജകൻ അവിടെ ഉപയോഗിക്കുന്ന ആ ദ്രവ്യങ്ങൾക്കെല്ലാം തന്നെ ശുദ്ധി വേണം. അത് ശുദ്ധമായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അത് വിളക്കൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക, പുതിയ തിരിയിടുക, നല്ല എണ്ണ ഒഴിക്കുക, അങ്ങനെയൊക്കെയുള്ള സങ്കല്പത്തിൽ ചെയ്താൽ മതി. അവിടെ ദ്രവ്യശുദ്ധി ഉണ്ടാകും. അടുത്തത് മന്ത്രശുദ്ധിയാണ്, അഞ്ചാമത്തത്. മന്ത്രശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചിലരിപ്പം ഒരുപാട് മാഗസിനിൽ നിന്നൊക്കെ കിട്ടും, ചില യൂട്യൂബ് ചാനലുകളിൽ നിന്ന് കിട്ടും. ഇത് എടുത്തുകൊണ്ട് വന്ന് അപ്പോഴേ അങ്ങ് ജപിച്ചു തുടങ്ങുകയാണ്. ഇപ്പം നമ്മളൊരു ഗുരുനാഥന്റെ പക്കൽ നിന്ന് മന്ത്രം ജപം കേട്ട് പഠിക്കുമ്പോൾ എന്താണ് കാര്യം? ആ മന്ത്രം അദ്ദേഹം ഉച്ചരിക്കുന്ന രീതി നമുക്ക് നോക്കാം, എഴുതി കാണിക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞുതരും, വ്യക്തമാക്കി തരും. ചിലപ്പോൾ ഒരു മാഗസിനിൽ എഴുതിയിരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും. അത് നമ്മൾ ഉച്ചരിച്ച് കേൾക്കുന്നില്ല. ഇപ്പൊ ഗുരുനാഥൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നമുക്കിപ്പം പണ്ടത്തെ പോലെ ഡയറക്റ്റായിട്ട് ചെന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പകരം ഗുരുനാഥനെ നമുക്ക് ഇപ്പൊ വീഡിയോയിൽ കാണുകയാണെങ്കിൽ, ഓഡിയോയിൽ കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മന്ത്രം പറയുന്ന രീതി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനോടൊപ്പം ഞാനൊക്കെ ആണെങ്കിൽ എഴുതി കാണിക്കും, മന്ത്രം എഴുതി കാണിച്ച് പറഞ്ഞുതരാം. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഉച്ചാരണത്തിന് തന്നെ രീതിയുണ്ട്. അങ്ങനെ മന്ത്രം അങ്ങനെ ജപിക്കുക എന്നുള്ളത്. എന്നാൽ കീർത്തനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകീർത്തിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. മന്ത്രങ്ങളെ പോലെ ശക്തിയല്ല അതിൽ കുടിയേറുന്നത്, നമ്മുടെ മനസ്സിൽ നിന്നുള്ള സ്തുതികളായിട്ടാണ് ഈ കീർത്തനങ്ങൾ വരിക. പാടിപ്പുകഴ്ത്തൽ അല്ലെങ്കിൽ പാടി സ്തുതിക്കൽ എന്നൊക്കെ പറയുന്ന തരത്തിലേക്കാണ് കീർത്തനങ്ങൾ വരിക. അപ്പൊ കീർത്തനങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാലും കുഴപ്പമില്ല. പക്ഷെ മന്ത്രം എഴുതപ്പെട്ട രീതിയിൽ, അത് ചൊല്ലേണ്ട രീതിയിലൊക്കെ ചൊല്ലുന്നതാണ് ഗുണകരം. ചിലർ പറയാറുണ്ട്, എവിടെയോ കേട്ട ഏതൊക്കെയോ കാര്യങ്ങൾ ഞങ്ങൾ അനുവർത്തിക്കുന്നു. ചില മന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ ജപിക്കുന്ന രീതി എന്ത് വലിയ തെറ്റാണെന്നറിയും. മൃത്യുഞ്ജയ മന്ത്രമൊക്കെ വളരെ തെറ്റായിട്ട് അമ്പലങ്ങളിൽ വന്ന് ജപിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മന്ത്രങ്ങളൊക്കെ ഒരു ഗുരുനാഥനിൽ കേട്ട് പഠിക്കുമ്പോൾ, ഇപ്പം ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഉച്ചരിച്ചിരിക്കുന്ന രീതി, പിന്നെ യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് കുറെ പേരുണ്ടാവും. അവര് ഗുരുനാഥനൊന്നും ആയിരിക്കില്ല, അവർക്ക് എവിടുന്ന് കിട്ടിയ കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞു തരിക. അപ്പോൾ ഈ പറഞ്ഞു തരുന്ന വ്യക്തിക്ക് അതിനുള്ള ക്വാളിറ്റി, അദ്ദേഹം ഒരു മേൽശാന്തിയാണോ തന്ത്രിയാണോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷനാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി കൂടെ നമ്മൾ എടുക്കണം പറഞ്ഞു തരുന്ന ആളുണ്ട്. ഇപ്പം നമ്മളൊരു യൂട്യൂബിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണുമ്പോൾ ഡോക്ടറാണ് പറയുന്നതെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഇത് കിട്ടും. എന്നാൽ ഏതോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എവിടെയിരുന്ന് എന്തോ തരത്തിൽ പറഞ്ഞു തന്നാൽ അത് മുഴുക്കെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മളൊരു മണ്ടനായിരിക്കണം. ആ രീതിയിലാണ് അതിനെ എടുക്കേണ്ടത്. അപ്പോൾ മന്ത്രം കൃത്യമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ, അത് ജപിക്കേണ്ടുന്ന രീതിയിൽ ഭക്തിയോടുകൂടി ജപിക്കുക എന്നുള്ളതാണ് മന്ത്രശുദ്ധി വരുന്നത്. ഇനി മന്ത്രം തെറ്റിപ്പോയാലോ നമ്മൾ അതിന് ക്ഷമാപണമൊക്കെ ഉണ്ട്. ഓരോ മന്ത്രങ്ങൾക്ക് ക്ഷമാപണ മന്ത്രമൊക്കെ ഉണ്ട്. അതൊക്കെ പല വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ് ഈ പഞ്ചശുദ്ധി. അപ്പൊ ഇത് കൃത്യമായ രീതിയിൽ നമ്മൾ പാലിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രാർത്ഥനയുടെ പൂർണ്ണ ഗുണം നമുക്ക് ആ ഭഗവത് സമക്ഷത്തേക്ക് എത്തുകയും അവിടെ നിന്നുള്ള ബ്ലെസ്സിങ്സ് നമുക്ക് ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാനും പറ്റും. പക്ഷേ ഇനി രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് ജീവിത വൃത്തിയിൽ വരുത്തേണ്ടതാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജകളിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. എങ്കിലേ ഗൂഗിൾ പുതുതായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങളെ അറിയിക്കുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാക്ശുദ്ധിയാണ്. അതായത് മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ നിത്യജീവിതത്തിൽ നല്ല വാക്കുകൾ പറയാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം. നല്ല ചിന്തയിൽ നിന്ന്, നല്ല പെരുമാറ്റത്തിൽ നിന്ന്
നല്ല വാക്കുകൾ പുറത്തേക്ക് വരുള്ളൂ. നമുക്ക് ചിലപ്പോൾ സംഘർഷങ്ങളുണ്ടാവാം, നമുക്ക് ചില പ്രശ്നങ്ങൾ വീട്ടിലോ മറ്റോ ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷെ നമ്മൾ ഇടപെടുന്നവരോടൊപ്പം എപ്പോഴും നല്ല വാക്കുകൾ പറഞ്ഞു മാത്രം കാണപ്പെടുക. മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യവും നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് പോരുത്. ശരിക്കും പറഞ്ഞാൽ വാണി സരസ്വതിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ് ഈ പരദൂഷണം പറയുക, മറ്റൊരാളെ ലഭ്യം പറയുക, മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ പറയുക, അമിതമായ കോപത്തെ പ്രകടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ നല്ല പ്രാർത്ഥനയൊക്കെ കഴിപ്പിച്ചിട്ട് മോശപ്പെട്ട വാക്കുകളാണ് നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതും ഗുണകരമല്ലാത്ത കാര്യമാണ്. അത് പ്രധാനമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തതെന്ന് വെച്ചാൽ പ്രവൃത്തിയാണ്. നല്ല വാക്കുകളൊക്കെ പറഞ്ഞു, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികൾ മോശമാണ് എങ്കിലും അതും തെറ്റായിട്ടുള്ള കാര്യമല്ല. ചില വ്യക്തികളാണ് നമ്മളടുത്ത് വലിയ കാര്യമായിട്ടൊക്കെ വന്ന് പറയും ഞാനത് ചെയ്യുന്നത്, എന്നിട്ട് അവൻ നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ അടിയിൽ കൂടെ വന്ന് പാര വയ്ക്കുന്ന പരിപാടി, ഏഷണി ഉണ്ടാക്കുന്ന പരിപാടി, നമുക്ക് മോശം ചെയ്യുന്ന, നമ്മളെ ദുരിതത്തിലാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. ഇതും വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വാക്കൊന്ന് നമ്മുടെ പ്രവൃത്തിയൊന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ അധപതനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് യാതൊരു തരത്തിലും ദോഷമില്ലാത്ത പ്രവൃത്തികളായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. മാത്രമല്ല മറ്റുള്ളവരുടെ കരം പിടിച്ച് അല്ലെങ്കിൽ കൈ പിടിച്ച് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒരാളെ ദ്രോഹം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പഞ്ചശുദ്ധിയും ഈ 2 ശുദ്ധിയും കൂടെ കൊണ്ട് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവും. നമ്മൾ ഇത്രയും നാളും ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടില്ലയോ അതെല്ലാം തൊട്ടടുത്ത മുഹൂർത്തങ്ങളിൽ തന്നെ കടന്നു വരും. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ചിലപ്പോൾ നല്ല ജപമൊക്കെ കാണും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ പ്രവൃത്തി മോശം, അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യും, വാക്ക് മോശം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നുകൂടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് നമ്മൾ പ്രയോജനപ്പെടുത്താമെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടും. അത് മൂല്യമുള്ള ഒരു ജീവിതമായി മാറുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.